ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷുഡ്, വാണ്ട് ടു, നീഡ് ടു. ഇവയൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കണം. ഒന്നുമില്ല, ഒരു സിമ്പിൾ ട്രിക്ക്. ഇതിന്റെ മീനിങ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എവിടെയൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം നിനക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവണമെങ്കിൽ നീ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിക്കണം, പഠിച്ചേ പറ്റും. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി, കടമയാണല്ലേ. അപ്പോൾ നീ ഇംഗ്ലീഷ് പഠിക്കണം. എങ്ങനെ പറയും? യു ഷുഡ് സ്റ്റഡി ഇംഗ്ലീഷ്. യു ഷുഡ് സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഒരു സെൻറ്ററിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പോവുക. എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ ആഗ്രഹമുണ്ട്. ഇത് പറയാൻ നമ്മൾ എങ്ങനെ പറയാം? ഐ വോണ്ട് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി നെക്സ്റ്റ് മന്ത് എനിക്ക് ലണ്ടനിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചേ പറ്റും. അത്യാവശ്യമാണല്ലേ. അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിനാ പറയുക? ഐ നീഡ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഐ നീഡ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഡ്യൂട്ടി പറയാൻ ഷുഡ്, ആഗ്രഹങ്ങൾ പറയാൻ വാണ്ട്സ് ടു, അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയാൻ നീഡ് ടു. ഇത്രയേ ഉള്ളൂ. കിട്ടിയോ? ഇനി നമ്മൾ കുറച്ചും കൂടി എക്സാമ്പിൾ നോക്കിക്കോളൂ. അവള് ആ ബീച്ചിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എങ്ങനെയാ? ഷി വാണ്ട്സ് ടു ഗോ ടു ദ ബീച്ച്. ഷി വാണ്ട്സ് ടു ഗോ ടു ദ ബീച്ച്. ഞാനൊരു പുതിയ കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഐ വോണ്ട് ടു ബൈ എ ന്യൂ കാർ. ഐ വോണ്ട് ടു ബൈ എ ന്യൂ കാർ. ഓക്കെ, അവർ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. They want to learn English. They want to learn English. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആഗ്രഹം പറയാൻ വാണ്ട് ടു വെച്ച് പഠിക്കും. ഇനി നീഡ് ടു എന്ന് പറഞ്ഞാൽ നമ്മളെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് നീഡ് ടു വെച്ച് പറയാം. എങ്ങനെയാ? അവൾക്ക് അവളുടെ ഫ്രണ്ടിനെ വിളിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്ങനെ പറയും? She needs to call her friend. She needs to call her friend. എനിക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. I need to wake up early tomorrow. I need to wake up early tomorrow. Okay. ഇനി ഇതുപോലെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്ത് വെച്ച് പറയാം? നീഡ് ടു വെച്ച് പറയാം. എനിക്ക് ഈ ഹോംവർക്ക് ഇപ്പോൾ ഫിനിഷ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഐ നീഡ് ടു ഫിനിഷ് മൈ ഹോംവർക്ക്. ഐ നീഡ് ടു ഫിനിഷ് മൈ ഹോം. ഓക്കെ, ഇനി ഷുഡ് വെച്ച് നമ്മൾ എങ്ങനെ പറയാം? നീ ഈ റൂം വിടുന്നതിന് മുമ്പ് ഈ ലൈറ്റൊക്കെ ഓഫ് ആക്കണം കേട്ടോ. അത് നിന്റെ ഉത്തരവാദിത്തം, കടമയാണ്. എന്തായാലും വീട് വിട്ടു പോകുന്നതിന്, റൂം വിട്ടു പോകുന്നതിന് മുമ്പ് നിന്റെ ലൈറ്റൊക്കെ ഓഫ് ആക്കണം. അപ്പോൾ എന്നാ പറയും? യു ഷുഡ് ടേൺ ഓഫ് ദ ലൈറ്റ് വെൻ യു ലീവ് ദ റൂം. യു ഷുഡ് ടേൺ ഓഫ് ദ ലൈറ്റ് വെൻ യു ലീവ് ദ റൂം. റൂം വിട്ടു പോകുന്നതിന് മുമ്പ് ലൈറ്റൊക്കെ ഓഫ് ആക്കണം. അപ്പോൾ ഒരു ഷുഡ് ഒരു ഡ്യൂട്ടിയാണ് അല്ലേ. യു ഷുഡ് സ്റ്റഡി ഇംഗ്ലീഷ്. നീ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിക്കണം, നിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇത് മൂന്നും എങ്ങനെയാ പറയാൻ മനസ്സിലായല്ലോ? വാണ്ട് ടു നമ്മൾ ആഗ്രഹങ്ങൾ പറയാം. നീഡ് ടു അതായത് അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയാം. ഷുഡ് നമുക്കൊരു ഡ്യൂട്ടി പറയാം, കടമകൾ പറയാം. താങ്ക് യു. ടു ലേൺ മോർ വിസിറ്റ് മൈ ചാനൽ.